മനുഷ്യൻ നമ്മെ വിട്ടു മാറുന്നത് കഷ്ടതയുടെ സാഹചര്യത്തിൽ കൂടെ നാം കടന്നു പോകുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ കൂട്ടുകാർ നമ്മെ വിട്ടുപോകും. നമ്മുടെ ഭവനത്തിലുള്ള ബന്ധുമിത്രാദികൾ പോലും ചില സാഹചര്യങ്ങളിൽ ഉപേക്ഷിച്ചു എന്ന് വന്നേക്കാം. അതിന് പറയുന്നത്, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ പ്രസവിച്ച തൻ്റെ മകനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല, എൻ്റെ ഉള്ളം കയ്യിൽ നിന്നെ വരച്ചിരിക്കുന്നുവെന്ന് കർത്താവിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാതൃസ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹമെന്ന് പൊതുവെ മനുഷ്യൻ പറയാറുണ്ടെങ്കിലും ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന അതിക്രമങ്ങൾ നിമിത്തം മാതൃസ്നേഹത്തിനും പ്രാധാന്യമില്ല എന്ന് ചിന്തിച്ചു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ അവനെ ഒരു സ്ത്രീ, ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നു കളഞ്ഞാലും ദൈവം പറയുന്നു, ഞാൻ നിന്നെ മറക്കുകയില്ല. 91 സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഷ്ടതയുടെ സാഹചര്യങ്ങളിൽ കൂടെ ഇരിക്കുവാൻ, നമ്മെ നടത്തുവാൻ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമുണ്ട്. ഹൃദയത്തിൽ ഭാരപ്പെട്ടും ക്ഷീണിച്ചും ദുഃഖിച്ചും നിങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ നിങ്ങളെ ഉപേക്ഷിച്ച് പോയേക്കാം. മക്കൾ നിങ്ങളെ ഉപേക്ഷിച്ചു എന്ന് വന്നേക്കാം. ബന്ധുമിത്രാദികൾ മറന്നു കളഞ്ഞു എന്ന് വന്നേക്കാം. നിങ്ങളുടെ സമ്പാദ്യമെല്ലാം ഒരുപക്ഷെ അവർക്ക് വിനിയോഗിച്ച് എങ്കിലും അതെല്ലാം നഷ്ടമായി തീർന്ന് നിങ്ങളിൽ നിന്നൊരു അനാഥനെ പോലെ ആയി എന്ന് വന്നാലും കർത്താവ് നിങ്ങളോട് പറയുകയാണ്, കഷ്ടകാലത്ത് ഞാൻ നിന്നോട് കൂടെയിരിക്കും. അതെ, ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവം നിങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ നിങ്ങളെ സഹായിക്കുവാൻ ഒരു സ്വന്തം സഹചാരിയെപ്പോലെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വളരെ വിശ്വാസത്തോടെ നിങ്ങൾക്ക് ആ കർത്താവിൽ ആശ്രയിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.